ഹായ് ഫ്രണ്ട്സ്. ഇനി ഗംഗാ നദി കൂടി നമുക്കൊന്ന് എല്ലാ കട്ടുകളും ഒന്ന് കണ്ടു നോക്കാം. അതായത് മണികർണിക കട്ട് തൊട്ട് അസി കട്ട് വരെ എല്ലാ ചെറിയ ചെറിയ കട്ടുകളും വലിയ കട്ടുകളും നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും ഈ ബോട്ടിങ്ങിലൂടെ. ഇത് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത ബോട്ടിങ് തന്നെയാണ്. അതായത് പെർ ഹെഡിന് ഏത് ബോട്ട് എടുത്തു കഴിഞ്ഞാലും പെർ ഹെഡിന് 100 രൂപ നിരക്കിൽ തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ മണികർണിക ഘട്ട് തൊട്ട് അസീഘട്ട് വരെ അവിടെ നിന്ന് റിട്ടേൺ നമ്മൾ കയറിയ സ്ഥലം വരെ ഈ ബോട്ടിങ് ഉണ്ടാവും. അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ട് എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് ഈ ബോട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ പല സൈസ് ബോട്ടുകളുണ്ട്. അതായത് ചെറുതായാലും അത്യാവശ്യം വലിയൊരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു ബോട്ടുകളൊക്കെ ആയാലും എല്ലാത്തിനെയും ഏകദേശം അതേ റേറ്റ് തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് ഈ കെട്ടുകൾ ഓരോ സൈഡിലൊക്കെ ചെല്ലുന്നതോറും നമുക്ക് അതിൻ്റെതായ ഒരു വ്യത്യസ്തതയും അതിന്റെ ഒരു ഭംഗിയൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. ഇത് മുമ്പേ കണ്ടതുപോലെ തന്നെ അല്ലായിരുന്നു ഇപ്പോഴത്തെ. ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ട് ഭംഗിയാണ് ശരിക്കും ഉള്ളത്. അത് കരയിൽ നിന്ന് നോക്കുമ്പോ വേറൊരു ഭംഗിയും അതിനേക്കാളും നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നത് ഗംഗാ നദി കൂടി നമ്മ ബോട്ടിങ് നടത്തുന്ന സമയത്ത് ഈ ഓരോ കെട്ടുകൾ നോക്കുമ്പോൾ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റും. അതൊരു വേറൊരു ലോകം പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഫ്രണ്ടിലെ ചെറിയ ചെറിയ കട്ടുകളാണ്. അതായത് ആ ഓരോ കെട്ടുകളുടെ സൈഡിലായിട്ട് നമുക്ക് നെയിം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ഓരോ കെട്ടുകൾക്ക് അതിൻ്റെതായ ഒരു വ്യത്യസ്തതയും അതിന്റെ ഡിസൈനും അതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യാസമായിട്ട് കാണിക്കാൻ പറ്റും. ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ കെട്ടുകളും നമുക്ക് ശരിക്കും ഈ അറ്റത്തുനിന്ന് അറ്റം വരെ നടന്ന് കാണാവുന്നതേ ഉള്ളൂ. അതായത് എല്ലാ കെട്ടുകളും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്, ചെറിയ ചെറിയ കെട്ടുകളായിട്ട്. ഈ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ നടക്കുന്നതിൽ വലിയൊരു പ്രോബ്ലം ഒന്നുമില്ല. അതായത് ചൂടും കാര്യങ്ങളൊന്നുമില്ല, നല്ല തണുപ്പും കാര്യങ്ങളുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ക്ഷീണമില്ലാണ്ട് അത്യാവശ്യം നടക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഈ അറ്റം വരെ നമുക്ക് അത്യാവശ്യം നടന്ന് എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് കണ്ട് നമുക്ക് പോകാൻ പറ്റും. ഇനിയിപ്പോ ലാസ്റ്റത്തെ ഘട്ടിലോട്ടാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത്. അതായത് അസി ഘട്ടിലോട്ട് ഈ ട്രാവലിങ്ങിന്റെ ഈ ബോട്ടിങ്ങിന്റെ ഈ കാര്യങ്ങളെല്ലാവരും അസി ഘട്ടിൽ ചെല്ലുമ്പോൾ സ്റ്റോപ്പ് ആവും. ഞാൻ അവിടെ നിന്ന് റൗണ്ട് വെച്ചിട്ട് നേരെ തിരിച്ച് മണികർണിക ഘട്ടിലോട്ട് തന്നെ തിരിച്ച് നമ്മളെ കൊണ്ടുവന്നാക്കി തരും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബോട്ടിങ് തന്നെയാണ് ഇത്. നമുക്കൊരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയി. ഈ കാണുന്നതാണ് അസി ഘട്ട്. ഇനി ഇവിടുന്ന് ബോട്ട് തിരിച്ച് നമുക്ക് ഏരിയ സ്ഥലങ്ങളിൽ മണികർണിക കെട്ടിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കി തരും. അതുപോലെ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പക്ഷിയാണിത്. ഈ പക്ഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കുക, ബോട്ടിൽ വന്നിരിക്കുക ഒക്കെ ചെയ്യണത് അതൊരു ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അത്
അതുപോലെ തന്നെയാണ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല.